ഹായ് ഫ്രണ്ട്സ്, മാർക്കറ്റ് എങ്ങോട്ട് എന്നുള്ളതിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ കഴിഞ്ഞ 3 ദിവസം മാർക്കറ്റിൻ്റെ അനാലിസിസ് ആണ് പറയുന്നത്. ടെക്നിക്കൽ സൈഡ് അനാലിസിസ് പറയുന്നത് എന്തെല്ലാമാണ് മാർക്കറ്റിനെ ഇനി സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഘടകങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു സൂം സെഷൻ ഈ ആഴ്ചയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ 3-4 പോയിന്റ് സംസാരിക്കുന്നുണ്ട്. ഒന്ന്, എങ്ങനെയാണ് ബെയർ മാർക്കറ്റ് മാനുവർ ചെയ്യുന്നത്. 2, മാർക്കറ്റ് ടോപ്സ് എങ്ങനെ നേരത്തെ കണ്ടുപിടിക്കാൻ സാധിക്കും മാർക്കറ്റ് കറക്ഷൻ വരുന്നതിന് മുമ്പ്. മൂന്നാമത്തെ കാര്യം, ഒരു പുതിയ വോളിയം ഇൻഡിക്കേറ്റർ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ അത് കുറേ പ്ലസ് പോയിന്റ്സ് ഉണ്ടാകും വോളിയം ഇൻഡിക്കേറ്ററിൽ. എന്തെല്ലാമാണ് അതിൻ്റെ അകത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. നാലാമത്തെ കാര്യം, സമയം ഉണ്ടെങ്കിൽ വിത്തിൻ മൈ ലിമിറ്റ് ഞാൻ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് വിത്തിൻ എൻ്റെ ഒരു ലീഗൽ ഫ്രെയിം വർക്ക് നിന്നുകൊണ്ടുള്ള ആൻസറുകൾ ഞാൻ ചെയ്യുന്നതായിരിക്കും. താങ്കൾക്ക് ഇതിൻ്റെ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ prosip23@gmail.com മെയിൽ അയച്ചാൽ ഞാൻ ഡീറ്റെയിൽ അയച്ചു തരുന്നതായിരിക്കും. നമ്മൾ 2 ഡേറ്റ വന്നു അല്ലേ. ഇൻഫ്ലേഷൻ വളരെ വീക്കായിരുന്നു, GDP വളരെ വീക്കായിരുന്നു. അതിൻ്റെ അർത്ഥം പല സെക്ടേഴ്സും വീക്കാണെന്ന് കാണിക്കുന്നത്. ഓൾറെഡി കോസ്റ്റ് ഓഫ് ബോറിംഗ് വളരെ കൂടി നിൽക്കുന്ന ഒരു സിനാറിയോയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ RBI മീറ്റ് സ്റ്റാർട്ട് ചെയ്യുവാണ്. 2 ദിവസം RBI മീറ്റിൻ്റെ ക്ലാരിറ്റി നമുക്ക് കിട്ടും. മാർക്കറ്റ് ഒരു ഇൻട്രസ്റ്റ് കുറയാൻ സാധ്യത ഇല്ലെന്നുള്ളതാണ് പൊതുവെ മാർക്കറ്റിൽ പറയുന്ന സംസാരം. നമുക്ക് അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി ഒന്നുമില്ല. പക്ഷെ നമുക്ക് അതിൻ്റെ ഏറ്റവും ക്രിട്ടിക്കൽ ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ, ഇൻട്രസ്റ്റ് കുറച്ചില്ലെങ്കിൽ പോലും എന്താണ് RBI കമൻട്രി, അതിനോടൊപ്പം കമൻട്രി വളരെ ക്രിട്ടിക്കലാണ് മാർക്കറ്റിനെ സംബന്ധിച്ച്. ഈ കമൻട്രി എങ്ങനെയാണെന്നതിനെ കുറിച്ച് നമുക്ക് മുൻവിധികളൊന്നുമില്ല. കമൻട്രി സപ്പോർട്ടീവ് ആകട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് നമ്മളൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ട്രേഡ്സ് ഒക്കെ വളരെ കെയർഫുൾ ആണ്. ഈ ഒരു മാർക്കറ്റിലെ ബെസ്റ്റ് ട്രേഡ്സ് എന്ന് പറയുന്നത് 2 to 5 പ്രോ ട്രേഡ് ആണ്. 2 മുതൽ 5 ദിവസത്തിലെ പ്രോ ട്രേഡ്. പക്ഷെ പ്രോ ട്രേഡ് പഠിക്കണം, വളരെ ഡീറ്റെയിലായി പഠിക്കേണ്ട ഒരു ട്രേഡാണത്. ഔട്ട് പെർഫോം സ്റ്റോക്കിൽ മാത്രമേ നിങ്ങൾ ട്രേഡ് ചെയ്യാവുള്ളൂ. അണ്ടർ പെർഫോം സ്റ്റോക്സിൽ ഒരു കാരണവശാലും ട്രേഡ് ചെയ്യാൻ പാടില്ല. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എടുത്തു പറയുന്നു, ഈ ആഴ്ചത്തെ RBIയുടെ മീറ്റ് മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ ക്രിട്ടിക്കലാണ്. ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ കണക്ക് ഡേറ്റയുടെ സപ്പോർട്ട് ഇപ്പോഴും നമുക്ക് മാർക്കറ്റിലില്ല. നമുക്ക് ഒരു ഡേറ്റയുടെ സപ്പോർട്ട് വേണ്ട നമ്മളൊക്കെ കാത്തിരിക്കുന്നത്. എങ്കിൽ മാത്രമേ മാർക്കറ്റിന് കുറച്ചൊരു സ്റ്റേബിലിറ്റി കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. ഡേറ്റ എന്ന് വെച്ചാൽ സ്ട്രോങ് ഡേറ്റ ആയിരിക്കണം. ഇത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഡേറ്റയുടെ അഭാവം ഇപ്പോഴും മാർക്കറ്റിലുണ്ട്. ആ ഡേറ്റയുടെ അഭാവം മാർക്കറ്റിലുള്ളതുകൊണ്ടാണ് മാർക്കറ്റിനെ കുറേയൊക്കെ വോളറ്റിലിറ്റി കുറഞ്ഞെങ്കിൽ പോലും മാർക്കറ്റിനെ തിരിച്ചു കയറി പോകാനായിട്ടുള്ള ഒരു സപ്പോർട്ട് ഇപ്പോഴും കിട്ടാത്ത എന്നുള്ളൊരു വലിയൊരു ഫാക്ടറാണ്. ഇപ്പോഴും SIP ഇൻഫ്ലോ ഭയങ്കര സ്ട്രോങ് ആണ്. ഒരു 5 to 6% ക്യാഷ് ഇപ്പോഴും DSൽ ഹോൾഡ് ചെയ്യുവാണെന്നാണ് പൊതുവെ റിപ്പോർട്ട്സിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഹൈ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊന്ന് ഡോളർ ഇൻഡെക്സ് അനലൈസ് ചെയ്യാം. ഡോളർ ഇൻഡെക്സ് ആണ് വിപണിയെ സ്വാധീനിക്കുന്ന ഏറ്റവും വലിയ കാര്യങ്ങളിൽ ഒരു കാര്യം. ഡോളർ ഇൻഡെക്സ് എപ്പോഴും വിപണിക്ക് എന്താ ഉദ്ദേശിക്കുന്നത്, ഡോളർ ഇൻഡെക്സ് എപ്പോഴും വിപണിയുമായിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. അതായത് ഡോളർ ഇൻഡെക്സ് കയറുവാണെങ്കിൽ വിപണിക്ക് അത് പ്രഷറാണ്. ഡോളർ ഇൻഡെക്സ് താഴുവാണെങ്കിൽ വിപണിക്ക് അത് ആശ്വാസമാണ്. ഡോളർ ഇൻഡെക്സ് എന്ന് വെച്ചാൽ US ഡോളർ വാല്യൂ എഗൻസ്റ്റ് ഒരു ബാസ്ക്കറ്റ് ഓഫ് 6 കറൻസീസ് ആണ് ഡോളർ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റൊക്കെ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് നമുക്കൊരു റിലീഫ് റാലിയാണ് നമ്മൾ കണ്ടത്. ഭയങ്കരമായിട്ട് കയറിയില്ലെങ്കിലും റിലീഫ് തന്ന ഒരു സോണാണ് നമ്മൾ കണ്ടത്. US മാർക്കറ്റിൽ നല്ല ഒരു കയറ്റം നമ്മൾ കണ്ടു. സോ എന്തുകൊണ്ടാണ് ഈ വേൾഡ് മാർക്കറ്റ്സ്, പൊതുവേ ഇന്ത്യൻ മാർക്കറ്റും US മാർക്കറ്റും പൊതുവേ വേൾഡ് മാർക്കറ്റ് വാസ് ക്വൈറ്റ് സ്റ്റേബിൾ ആയിരുന്നു കഴിഞ്ഞ 4 ദിവസം. അതിന് വലിയൊരു കാര്യം ഡോളർ ഇൻഡെക്സ് ഇവിടെ നിന്ന് വീക്കായതാണ് വലിയൊരു കാര്യം ശരിക്കും. ഇപ്പോൾ ഡോളർ ഇൻഡെക്സ് കയറുക എന്ന് വെച്ചാൽ വിപണിയെ സംബന്ധിച്ച്, ഈ ഒരു കയറ്റം കംപ്ലീറ്റ് വിപണിയെ സംബന്ധിച്ച് വീക്കായിട്ടുള്ള വിപണികളിൽ കൂടുതലായിട്ട് ആ വിപണിയുടെ വീക്ക്നെസ് കൂടുതലായിട്ട് അത് കാണിക്കും. ഡോളർ കയറുന്ന ഒരു അവസ്ഥയിൽ അത് വലിയൊരു ഫാക്ടറാണ്. ഡോളർ ഇൻഡെക്സ് ഈ ഒരു സോണിൽ വെച്ച് ഡോളർ ഇൻഡെക്സ് തിരിച്ച് ഒരു പുൾ ബാക്ക് കാണിക്കുക എന്ന് വെച്ചാൽ വിപണിയെ സംബന്ധിച്ച് ഒരു ഷോർട്ട് ടൈം ആണെങ്കിൽ പോലും വലിയൊരു പ്ലസ്സാണ് വിപണിക്ക് കൊടുത്തത്. അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രസൻറ്റ് സ്റ്റേജിൽ ഡോളർ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലിൽ എന്ന് വെച്ചാൽ തിരിച്ച് ഇത് LOP എന്ന് പറയും, ലോ പൊളാരിറ്റി സോണാണ് ശരിക്കും. LOP സോണിൽ ഡോളർ ഇൻഡെക്സ് അവിടെ ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ചെറിയ ഒരു റെസിസ്റ്റൻസിൽ ഡോളർ ഇൻഡെക്സ് ശരിക്കും പറയുന്നത് ബിൽഡപ്പ് നടത്തുന്നൊരവസ്ഥയാണ് നമ്മൾ പ്രസൻറ്റ് ഇന്ന് കാണാൻ നമുക്ക് സാധിക്കുന്നത്. സോ ഇത് വലിയൊരു ഫാക്ടറാണ് വിപണിയെ സംബന്ധിച്ച്. ഡോളർ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ് വിപണിക്ക്. വീക്കായിട്ട് മാർക്കറ്റിൽ കൂടുതൽ വീക്ക്നെസ്സിനെ അത് എടുത്ത് കാണിക്കാൻ ഉള്ള സാധ്യതകൾ എപ്പോഴും മാർക്കറ്റിലുണ്ട്. ഇനി നമുക്ക് നിഫ്റ്റിയിലേക്ക് കിടക്കാം. നിഫ്റ്റിയുടെ ചാർട്ടാണ് എൻ്റെ മുമ്പിലുള്ളത്. ചാർട്ട് കുറച്ചുകൂടി വലുതായി കാണിക്കാം. ഞാൻ ഇതിൻ്റെ ടെക്നിക്കൽ പോയിൻറ്റ്സ് മാത്രമാണ് ഞാൻ ഇതിൻ്റെ അകത്ത് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ ജനറലായിട്ട് നോക്കാൻ നേരത്ത് ഇന്ത്യൻ മാർക്കറ്റ് ഈ ലെവലിൽ ശരിക്കും, അതായത് 22-ാം തീയതി ഫ്രൈഡേ ഒരു സ്ട്രോങ് ക്യാൻഡിൽ എന്ന് വെച്ചാൽ മൂവിങ് ആവറേജ് 200-ന് താഴെ പോയതിനു ശേഷം ഒരു സ്ട്രോങ് ക്യാൻഡിൽ തിരിച്ച് ബൗൺസ് ചെയ്ത ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം
ഒരു പരിധിവെക്ക് സ്റ്റേബിലൈസ് ചെയ്യാൻ ശ്രമിച്ചു ഈ ഒരു സോണിലായിട്ട്. ഈ ഒരു സോണിൽ വന്ന് ഒരു റെസിസ്റ്റൻറ്റ് സോണിൽ ഹിറ്റ് ചെയ്യുമെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഇതിൻ്റെ അകത്തുള്ള വലിയൊരു കാര്യം എന്ന് വെച്ചാൽ അറ്റ് പ്രസൻറ്റ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറയുന്നത് മൂവിങ് ആവറേജ് 21-നും അതുപോലെ തന്നെ മൂവിങ് ആവറേജ് 10-നും രണ്ടിനും മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത്. വലിയൊരു കാര്യമാണ്. സോ ശരിക്കും പറഞ്ഞാൽ ഇന്നലത്തെ കൊണ്ട് മൂവിങ് ആവറേജ് 10-21 മേളിപ്പോയി. അതും വലിയൊരു പ്ലസ് പോയിൻ്റാണ്. എനിവേ അതൊക്കെ ടെമ്പററി ആയിട്ടുള്ള ഒരു പ്ലസ് പോയിൻറ്റ്സ് ആയിട്ട് നമുക്ക് കണക്കൂട്ടിയാൽ മതി. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു ലെവലിൽ ഈ ഒരു സോണിൽ ശരിക്കും എന്താ പറയണ്ടേ, ഈ ഒരു സോണിൽ ഗ്യാപ്പ് അപ്പ് ഒരു ബ്രേക്ക് ഔട്ട് കൊടുത്തതിന് ശേഷം തിരിച്ചൊരു പുൾ ബാക്കാണ് വന്നത്. പുൾ ബാക്കിലേക്ക് സ്റ്റോക്ക് ക്യാൻഡിൽ തിരിച്ചു വന്നതിന് ശേഷം ഇതിൻ്റെ ക്ലോസും ഇതിൻ്റെ ഓപ്പണിങ് ഏകദേശം, ഇതിൻ്റെ ക്ലോസ് എന്ന് പറയുന്നത് 29,914 ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പണിങ് 29,927, ഹാർഡ്ലി 13 പോയിൻറ്റ്സിൻ്റെ വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഒരു ടീസർ ബോട്ടമായിട്ട് എടുക്കാൻ പറ്റും. ടീസർ ബോട്ടത്തിലാണ് കയറിപ്പോയത്. ടീസർ ബോട്ടം മാത്രമല്ല, ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഈ ഒരു ക്യാൻഡിൽ. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്, അത് മൊമെൻറ്റത്തിനെയാണ് കാണിക്കുന്നത്. ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനോടൊപ്പം തന്നെ വലിയൊരു പ്ലസ് പോയിന്റ് നടന്നത് ഈ ഒരു സോണിൽ, ഈ ഒരു സോണിന് മേളിൽ, ഇത് LP സോണാണ്, ഈ സോണിന് മേളിൽ നെക്സ്റ്റ് ഡേ ക്യാൻഡിൽ അത് നെക്സ്റ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യാൻ പറ്റിയെന്ന് വലിയൊരു കാര്യമാണ് ശരിക്കും വിപണിയെ സംബന്ധിച്ച്. 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നേരത്തെ പറഞ്ഞ പോലെ ഡോളർ ഇൻഡെക്സ് താഴാൻ തൽക്കാലത്തേക്ക് അത് താഴുന്ന ഒരു പ്രവണതയാണ് കാണിച്ചത്. സോ അത് വലിയൊരു ആശ്വാസമാണ് വീക്കായിട്ടുള്ള മാർക്കറ്റിൽ കാണിച്ചത്. രണ്ടാമത്തെ കാര്യം, കുറേയൊക്കെ വോളറ്റാലിറ്റി, ഇത് ഹ്യൂജ് വോളറ്റാലിറ്റിയുള്ള ക്യാൻഡിൽസ് ഇവിടെ വന്നിരിക്കുന്നത്. ഹ്യൂജ് വോളറ്റാലിറ്റി എങ്ങനെ കാണുന്നത്, ക്യാൻഡിലിൻ്റെ ബോഡിയിൽ നിന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ബോഡിയിൽ നിന്ന് ആ വോളറ്റാലിറ്റി കുറഞ്ഞതിന് ശേഷം എന്താ പറയണ്ടത്, അത്രയും വോളറ്റാലിറ്റിയുള്ള ക്യാൻഡിൽ ഈ ഒരു സോണിൽ നമുക്ക് കാണാൻ പറ്റില്ല. ഈ സോണിൽ ഒരൊറ്റ ക്യാൻഡിൽ മാത്രമേ ഉള്ളൂ. ബാക്കി ക്യാൻഡിൽസിലൊന്നും വോളറ്റാലിറ്റി കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. ഇതിൻ്റെ നമുക്ക് പ്രത്യേകിച്ച് ഗ്രീൻ ക്യാൻഡിൽ കുറച്ചുകൂടെ ബെറ്റർ വോളറ്റാലിറ്റി കാണാൻ സാധിച്ചു എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടറാണ്. ഇതൊക്കെ കൊണ്ട് ഈ ഒരു സോണിൽ തിരിച്ച് വന്നുകൊണ്ട് എന്താ പറയണ്ടേ, തിരിച്ച് ബുളിഷിലായെന്ന് ചോദിച്ചാൽ നമുക്കൊരിക്കലും പറയാൻ ആയിട്ടില്ല. കാര്യം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഡേ ടൈം ഇവൻറ്റും അത്യാവശ്യമാണ് നമ്മളെ സംബന്ധിച്ച്. നമുക്ക് സപ്പോർട്ടീവായിട്ടുള്ള സ്ട്രോങ് ഡേറ്റ് വേണം. നമുക്കൊന്ന് 2 ഡേറ്റും, അതായത് ഇൻഫ്ലേഷനും വീക്കായി, GDP വീക്കായി. GDP വീക്കായെന്ന് വെച്ചാൽ പല സെക്ടേഴ്സിൻ്റെ വീക്ക്നെസ്സിനെ അത് കാണിക്കുന്നത്, GDP വീക്ക്നെസ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡേറ്റ സ്ട്രെങ്ത് ഇതുവരെ നമുക്ക് വന്നിട്ടില്ല. നമ്മൾ ട്രേഡിംഗ് വോളിയം കുറവുള്ള മാസത്തിൽ, അതായത് ഡിസംബർ മാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് ഒരു ഡേറ്റയുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. മാർക്കറ്റ് തിരിച്ചൊന്ന് നല്ല സ്ട്രോങ് ആയിട്ട് കയറി സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ജൂൺ 4 ലോ വെച്ച് ഒരു ഫിബ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും മാർക്കറ്റ് ഈ ഒരു സോൺ 3I2 എന്നുള്ള സോണിൻ്റെ മേളിൽ ബ്രേക്ക് ഔട്ട് കൊടുത്തിട്ട് അവിടെ തന്നെ ഒരു പുൾ ബാക്ക് ക്യാൻഡിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ പുൾ ബാക്ക് ക്യാൻഡിൽ 2-3 പ്ലസ് പോയിൻ്റ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, ഇത് ഇന്നത്തെ ക്യാൻഡിലാണ്. രണ്ടാമത്തെ പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ക്യാൻഡിൽ എന്ന് പറയുന്നത് ഈ ഗ്രീൻ ക്യാൻഡിലിൻ്റെ മേളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, അതുകൊണ്ട് തന്നെ ഇതൊരു ഫിബിലെ ചെറിയ ബ്രേക്ക്ഔട്ട് ക്യാൻഡിലായിട്ട് എടുത്താൽ അതിൻ്റെ ഫോളോ അപ്പ് ക്യാൻഡിലായിട്ട് എടുക്കാൻ സാധിക്കും. ഫോളോ അപ്പ് ക്യാൻഡിൽ മാത്രമല്ല, ഈ ക്യാൻഡിൽ ശരിക്കും പറഞ്ഞാൽ ഫിബിലേക്കുള്ള റീടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത ക്യാൻഡിലാണ്. അതുകൊണ്ട് തന്നെ ഈ ക്യാൻഡിൽ നമ്മൾ പറയുന്നത് ശരിക്കും പിവറ്റ് ക്യാൻഡിൽ എന്നാണ്. ഇതൊരു പിവറ്റ് ക്യാൻഡിലായിട്ട് ആക്ട് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അത് വലിയൊരു പ്ലസ് പോയിൻ്റാണ്. പക്ഷേ ഇവിടുത്തെ റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സോണിലാണ് ഇതൊരു സോണാണ് ശരിക്കും. ആ സോണിലാണ് ശരിക്കും ഇന്നത്തെ ക്യാൻഡിൽ ഫോം ചെയ്തത്. ആ സോണിൽ ഫോം ചെയ്തിട്ട് സോണിനെ ക്രൂസ് ചെയ്ത് പോകാൻ സാധിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ സോണിൻ്റെ ടോപ്പ് ലെവൽ വരെയൊക്കെ എത്തി. ഇന്നത്തെ ഹൈ ക്രിയേറ്റ് ചെയ്ത് 24,573 എത്തിയിട്ടാണ് 24,467 താഴെ വന്ന് ക്ലോസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഡോജി ക്യാൻഡിലായിട്ടും എടുക്കാൻ സാധിക്കും. നമുക്ക് ഇന്നത്തെ ഈ ഒരു ലെവലിൽ നമ്മൾ ഇൻ ജനറലായിട്ട് നമ്മൾ ഒരു വോളിയത്തിനെ കുറിച്ച് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇന്നത്തെ ക്യാൻഡിലിൻ്റെ വോളിയം കമ്പാരിറ്റീവ്ലി ഗ്രീനേക്കാളിലും മേളിലാണെന്ന് പറയുന്നത് ഇറ്റ്സ് എ മാറ്റർ ഓഫ് കൺസേൺ ആണ്. ആ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ഈ ഒരു സോൺ മുതൽ തിരിച്ചു വന്ന ഈ ഒരു സോൺ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ഒരു സോൺ മുതൽ അതുപോലെ തന്നെ ഈ ഒരു സോൺ വരെയുള്ള ഏതാനും ദിവസത്തെ സോൺ എടുത്താൽ ഇപ്പോഴും ഡോമിനേറ്റ് ചെയ്യുന്ന റെഡ് വോളിയംസാണ്. ഗ്രീൻ വോളിയംസോ അല്ലെങ്കിൽ ബ്ലാക്ക് വോളിയംസോ അല്ല, റെഡ് വോളിയമാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. അത് നമ്മളെ സംബന്ധിച്ച് കോസ് ഓഫ് കൺസേൺ തന്നെയാണ്. ഇപ്പോഴും ആ കൺസേൺ നമ്മൾ മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലെ ട്രേഡ് ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം മുഖവരെ പറഞ്ഞ പോലെ തന്നെ RBIയുടെ MPC വിത്തിൻ 2 days അവരുടെ ഡിക്ലറേഷൻ വരും. NPCയിൽ നമുക്ക് ഒരു അനുഭാവപരമായിട്ടുള്ള സ്റ്റാൻഡാണ് ഇൻട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കമൻട്രിയിൽ കിട്ടുന്നെങ്കിൽ അത് മാർക്കറ്റിന് വലിയൊരു സപ്പോർട്ട് കൊടുക്കാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട്. നമ്മൾ അനുഭാവപൂർവ്വമായിട്ടുള്ള കമൻട്രിയാണ് നമ്മൾക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എങ്ങനെ വരുമെന്നതിനെക്കുറിച്ച് നമുക്ക് മുൻകൂട്ടി നമുക്ക് ധാരണയൊന്നുമില്ല. സോ കമൻട്രി വലിയൊരു ഫാക്ടറാണ് അടുത്ത ഒരു ട്രജക്ടറി മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് മനസ്സിലാക്കാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡേറ്റയുടെ സപ്പോർട്ട് ഇപ്പോഴും വളരെ വീക്കാണെന്നുള്ള കാര്യം ഞാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. ഇനി നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്ന് കയറി പോകണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ
ഈ ഒരു ഭാഗത്തൊരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, ഇനി ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്തിട്ട് നല്ലൊരു ബ്രേക്ക് ഔട്ട് കൊടുത്തിട്ട് തിരിച്ചൊരു പുൾ ബാക്ക് വന്നാൽ ആ പുൾ ബാക്ക് വളരെ വീക്ക് പുൾ ബാക്ക് ആണെങ്കിൽ തിരിച്ചൊരു ബ്രേക്ക് ഔട്ട് കൊടുത്ത് പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കൺഫർമേഷൻ നമുക്ക് എടുക്കാൻ സാധിക്കും. മാർക്കറ്റ് കുറച്ചുകൂടെ സ്ട്രെങ്ത് റീഗെയിൻ ചെയ്യുന്നാൽ കൺഫേം എടുക്കാൻ പറ്റും. ഒരുപക്ഷെ ഇതൊക്കെ സംഭവിക്കാൻ സാധ്യത നമുക്ക് മുൻകൂട്ടി പ്രവചനമൊന്നുമില്ല. നമ്മൾ Q3 റിസൾട്ടിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. Q3 റിസൾട്ടിലേക്ക് അടുക്കുമ്പോഴത്തേക്കും ഓൾറെഡി നമ്മൾ ഡിസംബറിലാണ്, ബൈ ജാനുവരി 10th Q3 റിസൾട്ട് സ്റ്റാർട്ട് ചെയ്യും. ദാറ്റ് മീൻസ് നമ്മൾ ഏകദേശം ഒരു മാസം വ്യത്യാസമുള്ള റിസൾട്ടിലേക്ക് ആ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ മാർക്കറ്റ് ഫീൽ നമുക്ക് കിട്ടി തുടങ്ങും. എങ്ങനെയാണ് റിസൾട്ട് വരാൻ, എങ്ങനെയാണ് റിസൾട്ടിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഒരു ഐഡിയ മാർക്കറ്റിൽ നിന്ന് പതുക്കെ കിട്ടി തുടങ്ങുമ്പം അത് ഒരുപക്ഷെ നിഫ്റ്റിയെ അല്ലെങ്കിൽ മൂവ്മെൻറ്റ് ഇൻഡെക്സിൻ്റെ മൂവ്മെൻറ്റിനെ സീരിയസ് ആയിട്ട് ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിന് ഇനിയും ഏകദേശം ഒരു 3 ആഴ്ച നമ്മൾ കാത്തിരിക്കണം. പക്ഷേ ബിസിനസ് അപ്ഡേറ്റ്സ് പതുക്കെ ഒരു ബൈ ഈ മാസം അവസാനം പോലെ നമുക്ക് പതുക്കെ കിട്ടിക്കൊണ്ടിരിക്കും. ബിസിനസ് അപ്ഡേറ്റ്സിൽ നിന്ന് നമുക്കൊരു ഐഡിയ കിട്ടും. Q3 റിസൾട്ട് എങ്ങനെ പോകാനുള്ള സാധ്യതകൾ ഇതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടാൻ നമുക്ക് തീർച്ചയായും ഒരു ഐഡിയ, നമുക്കൊരു ഇൻസൈറ്റ് കിട്ടും. സോ തീർച്ചയായും നമുക്ക് കാത്തിരിക്കാം എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നതിനെക്കുറിച്ച്. നമ്മൾ കെയർഫുള്ളായിട്ടിരിക്കുക. നമ്മുടെ ട്രേഡ്സൊക്കെ നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് വെച്ച് മാത്രമേ ട്രേഡ് ചെയ്യാവുള്ളൂ. ആൻഡ് ബെസ്റ്റ് ട്രേഡ് എന്ന് പറയുന്നത് പ്രോ ട്രേഡറാണ്. 2 to 5 days ചെയ്യുന്ന ട്രേഡ്സിനെ പേരാണ് പ്രോ ട്രേഡ്. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ മാർക്കറ്റിൽ ഏറ്റവും ബെസ്റ്റ് ട്രേഡ്. നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യം, ഔട്ട് പെർഫോം ചെയ്യുന്ന സ്റ്റോക്കുകൾ നിഫ്റ്റിയെക്കാട്ടിലും അല്ലെങ്കിൽ ഇൻഡെക്സിനെക്കാട്ടിലും അല്ലെങ്കിൽ CNS 500നെക്കാട്ടിലും ഔട്ട് പെർഫോം ചെയ്യുന്ന സ്റ്റോക്കുകൾ മാത്രമേ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഈവൻ 2 ദിവസത്തേക്ക് 3 ദിവസം ആണെങ്കിൽ പോലും നിങ്ങൾ ചെയ്യാവുള്ളൂ. അണ്ടർ പെർഫോമിംഗ് സ്റ്റോക്സിൽ കഴിവതും നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ വീഡിയോ കണ്ടുപോകണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം, മാർക്കറ്റ് ഇപ്പോഴും ഇറ്റ് ഈസ് നോട്ട് ഔട്ട് ഓഫ് വുഡ്സ്. തീർച്ചയായും സ്റ്റോപ്പ് ലോസ് വെച്ച് മാത്രമേ ട്രേഡ് ചെയ്യാവുള്ളൂ. അതിനോടൊപ്പം തന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ 2 to 5 പ്രോ ട്രേഡ്സിൽ വേണം ഫോക്കസ് ചെയ്യാനായിട്ട്. ഔട്ട് പെർഫോം സ്റ്റോക്ക് മാത്രമേ ട്രേഡ് ചെയ്യാവുള്ളൂ. അണ്ടർ പെർഫോം സ്റ്റോക്സിൽ പെട്ടുപോകാനുള്ള സാധ്യത എപ്പോഴും ഒരു ബെയർ മാർക്കറ്റ് കൂടുതലാണെന്നുള്ള കാര്യം എടുത്തു പറയുന്നു. താങ്ക് യു സോ മച്ച്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.